അമേരിക്കയിൽ ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മൂഡീസ് റിപ്പോർട്ട് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ട്രംപിൻ്റെ പാർട്ടി, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി, അത് ഇനി അവിടെ ഒരു കാലത്തും ഭരണത്തിലേക്ക് വരില്ല, അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും ഇനി ഭരണത്തിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന അപ്രൂവൽ റേറ്റിംഗ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എല്ലാ മാസവും അവിടെ ഈ പറയുന്ന അപ്രൂവൽ റേറ്റിംഗ് നടത്താറുണ്ട്. അതായത് ഈ ഭരണത്തിലുള്ള പാർട്ടിക്കാരുടെ അവരുടെ എല്ലാം മന്ത്രിമാരും കാര്യങ്ങളൊക്കെ അവരുടെ ഭരണം എങ്ങനെയുണ്ട്. അതിൽ ട്രംപിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അപ്രൂവൽ റേറ്റിംഗ് തീരെ കുറവാണ്. അത് എക്കാലത്തെയും ഓൾ ടൈം ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എന്താ പറയുക, ഈ കുറച്ച് നാൾ മുന്നേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് തിരിച്ച് മറുപടിയായിട്ട് പറഞ്ഞിരുന്നത് ചത്ത് കിടക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയല്ല, ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഈ ട്രംപ്, നമ്മൾ ഈ CPM-കാരുടെ കാര്യം പറയുമല്ലോ, അതായത് വെസ്റ്റ് ബംഗാളിൽ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് CPM-കാരുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്, എനിക്ക് അവരുമായിട്ടൊരു പ്രണയമുണ്ട്. പ്രണയബന്ധം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു പോകാതെ പറ്റില്ല. അപ്പം ബംഗാളിലെ CPM ഈ പറയുന്ന 4 ടേം ഭരിച്ചതിന് ശേഷം പിന്നെ അവിടെ അവർക്ക് ചെങ്കോടി റെയിൽവേ സ്റ്റേഷനിൽ പോലും കാണിക്കാൻ പറ്റില്ല എന്നാണ്. അത്രയ്ക്ക് അവിടെ CPM-നോട് പ്രിയപ്പെട്ട ഒരു പ്രിയം ബംഗാളിലേക്ക് വന്നു. അപ്പോൾ അതുപോലെ ട്രംപിൻ്റെ പാർട്ടി ഇനി ഒരിക്കലും വരില്ല എന്ന് പറയുമ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഇനി ഒരിക്കലും വരില്ല എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൊടി എന്ന് പറയുന്നത് അമേരിക്കൻ കൊടിയായിട്ട് വളരെ സാമ്യമുള്ളതുമാണ്. അപ്പോൾ ഈ കൊടി ഇനി അമേരിക്കൻ കൊടി തന്നെ ആളുകൾ വെറുക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇപ്പൊ ഇതിനകത്ത് ജിജയ് പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മൂഡ്സിന്റെ സർവേ റിപ്പോർട്ട് സാമ്പത്തിക മാന്ദ്യത്തിന്റെ മറ്റേ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അമേരിക്കയിൽ ഇനിയും ട്രംപിന്റെ പാർട്ടി അധികാരത്തിൽ വരത്തില്ല. അപ്പൊ അവിടെ ഈ നിരന്തരം സർവേകളും റിപ്പോർട്ടുകളും വരുന്ന ഒരു രാജ്യമാണ്. ലോകത്തുള്ള കാര്യങ്ങളെല്ലാം ന്യായമായ സർവേയും അവന്റെ താല്പര്യം അനുസരിച്ച് രാജ്യങ്ങളെ തകർക്കുന്ന സർവേയും ഒക്കെ ഇറക്കുന്ന രാജ്യമാണ് ഈ അമേരിക്കയെ സായിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ലേ, നമ്മളെ പട്ടിണി ഇൻഡെക്സിൽ ബംഗ്ലാദേശിനെക്കാട്ടിൽ പുറകിൽ, പാകിസ്ഥാനെക്കാട്ടിൽ പുറകിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആ റിപ്പോർട്ട് അടിക്കാനൊന്നും കാണുന്നില്ല, ഇപ്പൊ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ അവന്റെ റിപ്പോർട്ട്. അതുപോലെ ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് കണ്ടില്ല, നമ്മുടെ ഈ ഒരു ലോകത്തിലെ 2ാമത്തെ കോടീശ്വരനായിട്ടുള്ള നമ്മുടെ ഒരു വ്യവസായിയെ തകർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വലിയ തകർച്ച ഉണ്ടായി. അതിന്റെ കൂട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞൻ പപ്പു ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം ഒരു ടീമിന്റെ ആൾക്കാരാണ്. അതാ ശരി, കണ്ടോ കള്ളത്തരം കണ്ടോ, അയാളുടെ കമ്പനി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കണ്ടില്ല ചാടി കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇതിനകത്ത് നമ്മളത് പോട്ടെ, മൂഡീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു ഏജൻസി അല്ല, നിസ്സാരമായിട്ടുള്ള ഒരു ഏജൻസി അല്ല. കാരണം ലോകത്ത് ഇവരുടെ റിപ്പോർട്ടുകൾ വളരെ പ്രസക്തവും ഇവര് നേരത്തെ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2008 ഈ പറഞ്ഞ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് പ്രവചിച്ചതും അമേരിക്കയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള അതേ ആള് തന്നെയാണ് ഇപ്പം അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന് കാരണമായിട്ട് ഈ മൂഡീസ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പം ഏറ്റവും അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം എടുത്ത താരിഫ് നയവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക നയവും തന്നെയാണ് ഇത്രയും സ്പീഡിൽ അമേരിക്കയെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട, ഇത് 100 രാജ്യങ്ങൾക്കകത്ത് താരിഫ് നയം ഏർപ്പെടുത്തുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു രാജ്യം, അതായത് പ്രധാന കമ്പോളം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരു രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുമായിട്ടുള്ള സാമ്പത്തിക നയം തന്നെയാണ് അമേരിക്കയ്ക്കകത്ത് പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും അല്ലെങ്കിൽ സേവന മേഖലയിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യയുമായിട്ട് സാമ്പത്തികം അല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുന്നിട്ട് ഇന്ത്യക്ക് ഏതാണ്ട് സംഭവിക്കും എന്നുള്ളത് ഒരു അബദ്ധധാരണ മാത്രമാണ്. ഇന്ത്യക്കൊന്നും സംഭവിക്കാനില്ല. ഇന്ത്യക്കകത്ത് കയറ്റുമതി ചെയ്യുന്നതിനകത്ത് കിട്ടുന്ന ലാഭം ഒരു പക്ഷേ ഇന്ത്യ അവര് പറയുന്ന വ്യാപാര കരാർ ഇന്ത്യക്കകത്ത് അനുവദിച്ചു കൊടുത്താൽ ഇന്ത്യക്ക് ആ നഷ്ടം ഇന്ത്യക്കകത്ത് സംഭവിക്കും. അപ്പൊ ഇതിനകത്ത് തുലനം ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മൾ എടുത്ത നിലപാട് തന്നെയാണ് നല്ലതെന്നാണ് ഈ പറയുന്ന അവരുടെ റിപ്പോർട്ട്. കാരണം നമ്മളുടെ രാജ്യത്തിനകത്തെ ഈ കർഷകരെയും പാലുൽപാദകരെയും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തെ സംവിധാനത്തെയും സംരക്ഷിക്കുന്നത് തന്നെയാണല്ലോ. ആ ലാഭം നഷ്ടപ്പെടുത്തി ഈ വിദേശ അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള വ്യാപാര കരാർ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇതിനകത്ത് ഈ നഷ്ടവും
ഈ പറയുന്ന കയറ്റുമതിക്കകത്ത് അത് അനുവദിക്കാത്തപ്പോൾ കയറ്റുമതിക്കകത്ത് താരിഫ് വരുമല്ലോ, ആ നഷ്ടവും തുലനം ചെയ്യുമ്പോൾ ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് നഷ്ടം വരുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയെ ഒന്നും ബാധിക്കില്ല. അതുപോലെ അമേരിക്കയ്ക്കല്ല, ഇന്ത്യക്ക് ഈ പറയുന്നത് പോലെ ആര് തോൽപ്പിച്ചാലും ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ത്യക്കകത്തുണ്ട്. വേണ്ട നിങ്ങളുടെ സാധനം എന്ന് പറഞ്ഞാലും ഇവിടെ അത് വിൽക്കാൻ പറ്റും. ഇവിടെ അതിനുള്ള വാങ്ങൽ ശേഷി ഇപ്പൊ ഉണ്ട്. പിന്നെ കുറച്ച് ലാഭത്തിന്റെ കുറവുണ്ട്, അതും തെറ്റാ. ആ പഠനവും തെറ്റാണ്. ആ പഠനവും തെറ്റാണെന്നുള്ളതിന് തെളിവാണ് ഏറ്റവും അവസാനം നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മുടെ കിറ്റക്സ് സാവു പറഞ്ഞത്. ഞാൻ ഇച്ചിരി ഒന്നിച്ച് കയറ്റി അയക്കണമായിരുന്നു, ശകലം റിസ്ക് എടുത്തു, എനിക്കൊരു കടയിടണമായിരുന്നു, കടയിട്ടു. കടയിട്ടപ്പം ആ കടയ്ക്കകത്ത് കച്ചവടം ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഇനി ഞാൻ 1000 ഷോപ്പ് ഇടാൻ പോവുകയാണ്. അടുത്ത കൊല്ലം കേരളത്തിൽ തന്നെ 1000 ഷോപ്പ് ഒരു കൊല്ലത്തിനകം ഇടും. കേരളത്തിന് വെളിയിലേക്ക് 1000 ഷോപ്പ് ഇടാൻ പോകുകയാണ്. അപ്പം ഞാൻ ഈ അമേരിക്കയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഉള്ള കയറ്റുമതി അവസാനിപ്പിച്ചാലോ എന്ന് കിറ്റക്സ് സാബ് പറഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയാം? അമേരിക്കയിൽ അദ്ദേഹത്തിന് കയറ്റി വിടുന്നതിന്റെ 6 ഇരട്ടി ലാഭം ഇവിടെ കിട്ടുന്നതാണ്. മറ്റേ ഒന്നിച്ച് കയറ്റി വിടണമെന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അതിനെക്കാട്ടി നല്ലതല്ലേ ഇത്, 6 ഇരട്ടി ലാഭം. മാത്രമല്ല ഇതൊരു രസമല്ലേ, ഈ ചുമ്മാതെ ഒറ്റയടി കയറ്റി വിടണ്ട, ഇവിടെ എല്ലായിടവും ഷോറ് മറ്റു കാര്യം രീതിയിൽ. അപ്പൊ ഇതേ രീതിയിലേക്ക് പഠനം വരുമ്പോൾ അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്, അതായത് അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ മരുന്നുകൾ, അതായത് ഫാർമസ്യൂട്ടിക്കൽ, ഇങ്ങനെ പല മേഖലയും നമ്മളുടെ സാധനം ഒരുപക്ഷെ ചൈനയുടെ സാധനം, ബംഗ്ലാദേശിന്റെ സാധനം, പാകിസ്ഥാന്റെ സാധനം, ഇപ്പൊ ചൈനയുടെ സാധനവും നമ്മളുടെ സാധനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധനത്തിനകത്തും മരുന്നിനകത്തും അമേരിക്കയിലെ സാധാരണക്കാരനായിട്ടുള്ള ഇടനിലക്കാർ ആശ്രയിക്കുമ്പോൾ ആ ആശ്രയിക്കുന്നതിന് വിലക്കുറവിനപ്പുറം അതിനകത്ത് വലിയ വിശ്വാസ്യത ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അവർ ആശ്രയിക്കുന്നത്. അപ്പൊ ആ സാധനം അവിടെ ഇല്ലാതെ വരുമ്പോൾ അവർ സാധാരണക്കാരന് മരുന്ന് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. സാധാരണക്കാരന്റെ ജീവിത ശൈലിയിൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ അവന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾക്കകത്തും പ്രശ്നങ്ങൾ വരികയും അതിനോടനുബന്ധിച്ച് പണപ്പെരുപ്പം വരികയും, അതുപോലെ തന്നെ ഈ പറയുന്ന ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് അമേരിക്കയിൽ പ്രത്യേകിച്ച് GDP ഉയർത്തുന്ന പല സംസ്ഥാനങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ GDP ഗ്രോത്തിന് ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഉയർത്തുന്ന പല സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളെ പോലും പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ മാന്ദ്യത്തിലേക്ക് പോകുന്നു, തൊഴിലില്ലായ്മയിലേക്ക് പോകുന്നു, ഫാക്ടറികൾ ഫുൾ സമയം വർക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 25,000 പേർക്ക് തൊഴിൽ നഷ്ടമാകും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ തൊഴിൽ നഷ്ടമാകുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ വൈദ്യുതി ചാർജ് വളരെ വലിയ വലിപ്പത്തിൽ കൂടുന്നു, അതുപോലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, അതുപോലെ ഈ സേവന മേഖലയ്ക്ക് മന്ദഗതിയിൽ പോകുന്നു. അതായത് സമസ്ത മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എല്ലാം വൈദ്യുതി ചാർജ്, മുമ്പ് പറഞ്ഞ വൈദ്യുതി ചാർജ് മറ്റെല്ലാ മേഖലയിലും സാധാരണങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, എല്ലാ രീതിയിലേക്കും പോകുന്നു. അതായത് ഈ 50% താരിഫ് തന്നെയാണ് മെയിൻ കാര്യമെന്ന് മുമ്പേ പറഞ്ഞു വന്നതിന്റെ കൂടെ പറയുമ്പോൾ സാധാരണക്കാരന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വില കൂടുക. ഇവിടുന്ന് ഇപ്പൊ 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ 150 രൂപയ്ക്ക് മേടിക്കാൻ പറ്റൂ. 150 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. ആരാ മേടിച്ചോണ്ടിരുന്നത്? അവിടുത്തെ നമ്പർ 1 കോടി 50 കോടീച്ചന്മാരൊന്നും അല്ല ഇത് മേടിച്ചോണ്ടിരുന്നത്. അവൻ അവിടെ ഈ പാവം പിടിച്ചവനാ മരുന്ന് ഇവിടുന്ന് മേടിച്ചത്, നമ്മുടെ സാധനവും മേടിച്ചത്, അവൻ നമ്മുടെ സാധനം ഉപയോഗിച്ചത്. അപ്പൊ അവിടെ ഈ വില കൂട്ടിയത് കൊണ്ട് നേരത്തെ 10 എണ്ണം മേടിച്ചോണ്ടിരുന്നവർ ഇപ്പൊ 1 എണ്ണം മേടിച്ചാൽ ഈ വില വല്ല പ്രയോജനം അമേരിക്കയ്ക്ക് കിട്ടുമോ? അല്ല ഇയാൾ പറയുന്ന ലാഭം ഉണ്ടാവും, ലാഭത്തിൽ അവിടെ പ്രശ്നമാണ്. അവിടെ ഈ പറയുന്നത് പോലെ പട്ടിണിക്കാരും കഞ്ചാവ് കുടിക്കുന്നവന്മാരും നമ്മുടേതിനെക്കാട്ടി കൂടുതലാണ്, നമ്മുടെ അത്ര ഇല്ല. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലൊരു റിപ്പോർട്ട്, ഈ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജനം തെരുവിലിറങ്ങി ഒരുപക്ഷെ ഈ പറയുന്ന ട്രംപിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള രീതിയിലേക്കുള്ള പ്രക്ഷോഭം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള പാർട്ടി അല്ലല്ലോ, പ്രതിപക്ഷ പാർട്ടി ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇപ്പൊ തന്നെ ഈ പറയുന്ന ഈ താരിഫും മാത്രമല്ല ഇന്ത്യയുമായിട്ട് എടുക്കുന്ന സമീപനം, ട്രംപിന്റെ മാത്രം സമീപനമല്ലേ വിജയ്, അമേരിക്കയുടെ മൊത്തത്തിലുള്ള സമീപനമല്ലോ, ഭരണാധികാരി മാറി വന്നപ്പോൾ ഉള്ള സമീപനം. ആ സമീപനത്തോടും അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളോടും എടുക്കുന്ന ഇദ്ദേഹത്തിന്റെ സമീപനം മൊത്തം വ്യക്തിപരമാണ്. മനസ്സിലാവുന്നുണ്ട്? വ്യക്തിപരമായിട്ടൊരു ഭരണാധികാരി സമീപനം മറ്റു രാജ്യങ്ങളോട്, ഇപ്പം വിജയ് ഒരു രാജ്യത്തെ ഭരണാധികാരി, എനിക്ക് വിജയ് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ വിജയ് എടുക്കുന്നത് ആ രാജ്യത്തോടുള്ള സമീപനം, വിജയോടുള്ള ദേഷ്യം വെച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാം മറന്നിട്ട് മറ്റൊരു സമീപനത്തിലേക്ക് പോകുന്ന രീതിയാണ് ഈ ട്രംപിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ മാത്രമല്ല സ്ഥിരതയില്ലല്ലോ. ഈ നമുക്ക് ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ വീട്ടിലെ കുഞ്ഞിനടുത്ത് ചോദിച്ചാലെങ്കിലും സ്ഥിരമായിട്ട് ഇവനെ ഒരാഴ്ച TV-യിൽ ഈ ട്രംപിനെ കാണിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് മോനെ ട്രംപ്, അവൻ മാറ്റനാണ്.
അച്ചാച്ച കണ്ടില്ല, അവൻ മാത്രമേ അവന്റെ ആ വർത്താനം കണ്ടു, രാവിലെ പറയുന്നില്ല വൈകിട്ട് പറയുന്നില്ല രാവിലെ എന്തൊക്കെയാ പറയുന്നത്, എന്തോ ഗോഷ്ടിയെ കാണി പറഞ്ഞു പോകും. അപ്പൊ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ അല്ലെങ്കിൽ ഒരു പ്രധാന നമുക്ക് പരിചയമുണ്ട്, നമുക്കും കുറെ കാലത്തെ ആരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്, പല പ്രസിഡന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പല കാര്യങ്ങളും തീരുമാനം എടുക്കാറുണ്ട്. അല്ലെങ്കിൽ അമേരിക്ക നമുക്ക് ഗുണമുള്ള തീരുമാനങ്ങൾ പല അല്ല ഇത്രയും കാലത്തിനകത്ത് പലവട്ടം പരിശോധിക്കുമ്പോൾ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വർത്താനം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ അവർ ഹോംവർക്ക് ചെയ്തിട്ടല്ലേ എടുത്തിട്ടുള്ളത്, അല്ല മറ്റു രാജ്യങ്ങളുമായിട്ടുള്ളത്. അല്ലെങ്കിൽ അതുപോലെ കാര്യം പറയുന്നു, തീരുമാനം കാര്യം പറയുന്നതല്ല, നടക്കുന്നു അതുമില്ല, ആകപ്പാടെ നാശമാക്കി പ്രശ്നത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇതിനകത്ത് മൂഡ് സർവേ ഈ പറഞ്ഞതുപോലെ വരുന്ന റിപ്പോർട്ട് ഒരുപക്ഷെ മാർക്ക് ആന്റണി, ഞാൻ പറഞ്ഞില്ലേ 2008 ലോക മാന്ദ്യം പ്രവചിച്ച അദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ മാന്ദ്യം 1/3 സംസ്ഥാനങ്ങൾ മാന്ദ്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 1/3 മാന്ദ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള കൃത്യമായ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. അതായത് അമേരിക്ക വീഴുന്നു എന്ന് തന്നെ വേണം പറയാൻ. നമ്മളിത് പറയുമ്പോൾ പലർക്കും സൂചിക്കത്തില്ല, പക്ഷെ വീണ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ചർച്ച നടത്തി അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാം ഇതിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. കാരണം ഇയാള് വീഴാതിരിക്കണമെങ്കിൽ ഇയാളുടെ നടപടിക്രമത്തിനകത്തും ഇയാളുടെ രീതിക്കകത്തും ഇയാളുടെ നയതന്ത്രത്തിനകത്തും ഒക്കെ വ്യത്യാസം വരുത്തി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം. മാത്രമല്ല വിജയ്, ഏത് വലിയവനായാലും വീണു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ബോധ്യം വന്നാൽ പിന്നെ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവർ മൊത്തവും, അല്ലെങ്കിൽ മനസ്സിൽ ശത്രുത വെച്ചിരിക്കുന്നവർ മൊത്തവും ആ വീണടത്തിന്റെ പുറത്ത് ആ കുഴി അങ്ങ് മൂടാനേ നോക്കത്തുള്ളൂ, അവനെ ഇട്ടിട്ട് കല്ല് മണ്ണും വാരിയിട്ട്, അല്ലാതെ പിടിച്ചു കയറ്റാൻ നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. കാരണം അമേരിക്ക ഇതുവരെ ചെയ്ത തൊഴിലെല്ലാം അങ്ങനെ ആണല്ലോ, അവന് വേണ്ടി മാത്രം പണി ചെയ്തത്, പിന്നെ നിവർത്തികേട് കൊണ്ട് പലരും കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ജിയോ പൊളിറ്റിക്സിനകത്ത് ഈ മൂഡ് സർവേയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ, ഇപ്പം ഈ പറയുന്ന ഇന്ത്യയുടെ തീരുമാനം, ഇന്ത്യ നാളെ കാലത്തെ അമേരിക്കയുമായിട്ട് പഴയ ബന്ധം അല്ലെങ്കിൽ ബന്ധം കയറ്റുമതി ഇറക്കുമതി ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ള ഒന്നും നമ്മൾ പറയണ്ട, കാരണം അതുണ്ടാവും. പക്ഷെ ആ ബന്ധം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ റഷ്യയുമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബന്ധം, ആ ബന്ധം ഒന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. കച്ചവടം ചെയ്യും, കാശ് മേടിക്കും. നമ്മൾ ആർക്കായാലും ഇപ്പൊ ചന്തയിൽ കൊണ്ടുവച്ചൊരു സാധനം ഞാൻ 10 പിടി പയറുമായിട്ടോ അല്ലെങ്കിൽ 10 പാക്കുമായിട്ടോ പോകും. അപ്പൊ വിജയ് എന്റെ ശത്രു, വന്നിട്ട് പാക്കെടുക്കുമ്പോൾ ഞാൻ പറയാം ഇയാൾക്ക് തരത്തില്ലെന്ന് പറയത്തില്ല, വേറെ ആണെങ്കിലേ പറയത്തുള്ളൂ. ട്രംപ് ആണെങ്കിൽ പറയും ഞാൻ വിചാരിക്കുന്നത് ആർക്കെങ്കിലും വേണ്ടി വിൽക്കാൻ കൊണ്ടുവച്ചേക്ക്, പെട്ടെന്ന് ഈ പാക്ക് കീർന്നു കഴിഞ്ഞാൽ അല്ലെ പയറ് കീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ. അപ്പൊ അതേ രീതിയിലുള്ള ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു പാക്ക് എടുക്കുമ്പോൾ ഒരു 9 പാക്ക് നല്ലതും അതിനകത്തൊരെണ്ണം കുഴപ്പമുള്ളൂ, അപ്പൊ കുഴപ്പമുള്ളത് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യില്ല. അപ്പം അത് വിജയ് അല്ലെങ്കിൽ സുഹൃത്താണെങ്കിൽ നമ്മൾ പറയാം അതവിടെ വെച്ചാൽ അത് മറ്റേ എടുക്കും. ഈ വർത്താനം നമുക്ക് ഇനി അമേരിക്കയായിട്ട് ഉണ്ടാകത്തില്ല. അവൻ സാധനം കൊടുക്കും, ഇയാൾ നോക്കി കണ്ടു എടുത്തോണം, മേടിച്ചോണം. അപ്പം ഇത് നമ്മളിതൊക്കെ പറയുമ്പോഴും അമേരിക്കയുടെ ഒരു അവസ്ഥ വളരെ മോശമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്കും. ട്രംപിന്റെ പാർട്ടി വിജയാദി പറഞ്ഞതുപോലെ ട്രംപിന് ഇനി എന്തോ വിജയാദി പറഞ്ഞ രണ്ടു കൊല്ലം അധികാരത്തിലുണ്ട്. ഇനി അവസാന കാലത്ത് കൊച്ചുപിള്ളാരെ അല്ലെ പേരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ച് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കണം. ഇപ്പൊ 4 കൊല്ലം കൂടെ കഴിയുമ്പോൾ അപ്പൊ തന്നെ ആ അവസ്ഥയില്ല. ട്രംപിന് ഇനി ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഒരു 10 കൊല്ലം കൂടെ കൂടി വന്ന് എത്ര മരുന്നടിച്ചാലും ഇരിക്കാതിരിക്കും. അപ്പോഴും ഉള്ള സാമ്പത്തിക ലോകം മൊത്തം ഉള്ള ആളാണ്. അപ്പം അയാൾക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.